8.02 പകുതി എത്ര? 8.02 പകുതിയാണ് ചോദിച്ചിരിക്കുന്നത്. പകുതി കാണാൻ രണ്ടുകൂടെ ഹരിക്കുക. അപ്പം 8-നെ രണ്ടുകൂടെ ഹരിച്ചാൽ 4. 0.2 പകുതി 0.1 4.01. അടുത്തത് 835.6 മൈനസ് 101.9 പ്ലസ് 2.25 മൈനസ് 173.41. 835.6 മൈനസ് 101.9 പ്ലസ് 2.25 മൈനസ് 173.41. ദശാംശ സംഖ്യകളാണ് 1, 2, 3, 4 ദശാംശ സംഖ്യകൾ. അതില് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു പ്ലസും ഉണ്ട്. എന്താ ആദ്യം ചെയ്യാം? ആദ്യം പ്ലസ് ചെയ്യാം, കൂട്ടുക. എന്തൊക്കെ? 835.6 അതിന്റെ കൂടെ 2.25. എങ്ങനെയാ കൂട്ടുന്നത് കണ്ടില്ലേ? 2.25 ഇങ്ങനെയാണ് കൂട്ടുന്നത്. അല്ലാതെ ദശാംശത്തിനൊക്കെ ഒരേ സ്ഥാനം വരണം, ഒരേ സ്ഥാനത്ത്. ഇതിന്റെ അതേ സംഖ്യ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ രക്ഷയില്ല, അങ്ങനെയാണ് കൂട്ടാൻ പാടുള്ളത്. അപ്പൊ 5, 8, 7, 3 837.85 ആണ്. ഇതും കൂടെ കൂട്ടി. അടുത്തെന്താ? 101.9 173.41 കൂടെ കൂട്ടുക. 2 മൈനസ് 101.9 173.41 കൂടെ കൂട്ടുക. അപ്പോഴും ഓർമ്മിക്കുക, ഈ 4 വരുന്നത് ഒരേ സ്ഥാനത്താണ് ദശാംശം. അപ്പൊ 1 ഇങ്ങോട്ടേക്ക് വരും. 1, 3, 5, 275 275.31. അതാണ് മൈനസ്. അതായത് 837.85 നിന്ന് 275.31 കുറക്കണം. അത് കുറക്കാം. 837.85 മൈനസ് 275.31 കുറക്കാതെ 5 1 കുറക്കുക. അല്ലെങ്കിൽ 1 എത്ര കൂട്ടിയാൽ 5 4, 3 എത്ര കൂട്ടിയാൽ 8 5, 5 എത്ര കൂട്ടിയാൽ 7 2, 7 എത്ര കൂട്ടിയാൽ 13 കിട്ടും 6. ബാക്കി 1 ഉണ്ട്. ആ 1 2 കൂട്ടുക 3, 3 എത്ര കൂട്ടിയാൽ 8 5. 562.47 ആണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. കുറച്ച് വലിയ പ്രക്രിയ ഇതിന് വേണ്ടി വരും, സമയമെടുക്കും. അപ്പൊ സമയം എടുക്കേണ്ടത് സമയം എടുത്ത് തന്നെ ചെയ്യാം. പക്ഷെ ആ ചെയ്യുന്നത് സ്പീഡ് തന്നെ ചെയ്യാൻ പഠിക്കണം, തെറ്റാതെ ചെയ്യാൻ പഠിക്കണം. അത്രയേ ഉള്ളൂ. അടുത്തത് 0.32 ഗുണിക്കണം 0.01. 0.32 ഗുണിക്കണം 0.01. അപ്പൊ 32-നെ 1 ഗുണിക്കുക ആദ്യം ചെയ്താൽ. എന്നിട്ട് ഇതിൽ എത്ര സംസ്ഥാനമുണ്ട്? 2. ഇതിൽ എത്ര സംസ്ഥാനമുണ്ട്? 2. ആകെ എത്ര? 4. ഇപ്പം ഇവിടെ എത്ര സംഖ്യ വന്നിട്ടുണ്ട്? 2. ഇനി 2 സ്ഥാനം കൂടി വേണം. അതിന് 2 0 വിളിച്ചാൽ 0.003. അതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 12, 16, 18 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. 12, 16, 18 ഈ സംഖ്യയുടെ ലസാഗുവാണ് കാണേണ്ടത്. അതായത് 12, 16, 18 അടങ്ങുന്ന സംഖ്യ. അപ്പൊ 12, 16, 18 3-നെ ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? 2 ഉണ്ട് അല്ലേ? അപ്പൊ എത്ര വരും? ഇത് 6, 8, 9. ഇനി ഹരിക്കാവുന്ന ഏതാണ്?
6നെയും 9നെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ 2 8 തന്നെ 3. ഇനി 2നെയും 8നെയും 3 ഹരിക്കാനുള്ള സംഖ്യ ഏതാ? 2 അല്ലേ? 2നെ 8 ഹരിക്കാൻ പറ്റൂലേ? അപ്പൊ 1 4 3. ഇനി ഇതില് ഇല്ല, പൊതുവെ ഹരിക്കാവുന്ന സംഖ്യകളൊന്നുമില്ല. അപ്പൊ ഇത് ഗുണിക്കാം. 2 3 6 6 2 12 12 4 48 48 3 144. 12 16 18ന്റെ രസാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മനസ്സ് കിട്ടുമോ നോക്കണം. ഇത് 3 സംഖ്യകൾ അടങ്ങുന്ന ഒരു കുറച്ചും കൂടി വലിയ സംഖ്യ ഏതാണെന്ന് മനസ്സിൽ കൂട്ടിയിട്ട് പെട്ടെന്ന് കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കുക. അടുത്തത്, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. 5 വർഷത്തിന് മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 4 ഇരട്ടിയായിരുന്നു. മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 ഇരട്ടിയാണ്. അച്ഛന്റെ വയസ്സ് എക്സ്, അത് മകന്റെ വയസ്സ് വൈ ആണ്. വൈ ആണെങ്കിൽ അതിന്റെ 3 മടങ്ങ് എത്രയാ? 3 വൈ. ഇത് മനസ്സിലായല്ലോ? അച്ഛന്റെ വയസ്സ് എക്സ് ആണ്, അത് സമമാണ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിനോട്. അതുകൊണ്ടാണ് ഗുണിക്കണം 3 വൈ കിട്ടും. ഇനി 5 വർഷം മുമ്പ് എന്ത് സംഭവിക്കും? 5 വയസ്സ് കുറയും. അച്ഛന്റെ വയസ്സും 5 കുറയും, മകന്റെ വയസ്സും 5 കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? അച്ഛന്റെ വയസ്സ് എക്സ് മൈനസ് 5 മാറും. അതും മകന്റെ വയസ്സും 5 കുറയും. പക്ഷേ അതിന്റെ 4 മടങ്ങാണ് അന്നത്തെ അച്ഛന്റെ വയസ്സ്. അന്നത്തെ അച്ഛന്റെ വയസ്സാണ്, ഇപ്പോഴത്തെ അച്ഛന്റെ വയസ്സല്ല. അതുകൊണ്ടാണ് എക്സ് മൈനസ് 5 സമം വൈ മൈനസ് 5 ഗുണിക്കണം 4 എന്ന് കിട്ടുന്നത്. അതായത് 5 വർഷം മുമ്പ് മകന്റെ വയസ്സ് 5 കുറയും, അതിന്റെ 4 മടങ്ങാണ് അച്ഛന്റെ ആ സമയത്തുള്ള വയസ്സ്. അതാണ് ഇങ്ങനത്തെ. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. അതായത് എക്സ് മൈനസ് 5 സമം 4 വൈ മൈനസ് 20. ഓക്കെ, എക്സ് മൈനസ് 5 സമം. ഇനി ഇത് കൂടി കൊണ്ട് വരട്ടെ, ഈ മൈനസ് 5. അപ്പൊ എന്ത് സംഭവിക്കും? എക്സ് സമം 4 വൈ മൈനസ് 20 പ്ലസ് 5. മൈനസ് 20 പ്ലസ് 5 എന്ത് വരും? മൈനസ് 15. 4 വൈ മൈനസ് 15 എന്നാണ്. എക്സ് സമം 4 വൈ മൈനസ് 15. എക്സ് സമം 3 വൈ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കിവിടെ എക്സ് എന്ന് പകരം 3 വൈ എന്ന് കൊടുക്കാം. 3 വൈ സമം 4 വൈ മൈനസ് 15. ഓക്കെ, ഈ മൈനസ് 15 അങ്ങോട്ടേക്ക് പോട്ടെ, 3 വൈ ഇങ്ങോട്ടേക്ക് വരട്ടെ. മൈനസ് 15 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും? അത് 15 ആയി മാറും. ഓക്കെ, സമം 4 വൈ മൈനസ് 3 വൈ. 4 വൈ മൈനസ് 3 വൈ എത്രയാ? അത് വൈ, ഒരു വൈ സമം എത്രയാ? 15. ചോദിച്ചിരിക്കുന്നത് എന്താ? മകന്റെ വയസ്സാണ്, ഇപ്പോഴത്തെ വയസ്സ്. അതാണ് വൈ. വൈ സമം എത്ര കിട്ടി? 15 കിട്ടി. ഇതാണ് ഉത്തരം, 15. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞ പ്രകാരം ശരിയാണോ നോക്കാം. എന്താ? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. അപ്പൊ വൈ സമം 15 ആവുമ്പോ അച്ഛന്റെ വയസ്സ് ഇതിന്റെ 3 മടങ്ങ് 45. ഓക്കെ, 5 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് എത്ര വരും? 40. മകന്റെ വയസ്സ് എത്ര വരും? 10. അത് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ് അച്ഛന്റെ വയസ്സ്. ശരിയല്ലേ? 10 ഗുണിക്കണം 4 ആണ് 40. ഇത് ശരിയാണോ നോക്കിയതാവും കിട്ടിയ ഉത്തരം. അപ്പം 5 ചോദ്യവും 5 ഉത്തരവും. ക്ലിയർ?